ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ആണ്. ഇന്ന് ഞങ്ങൾ ഒരിടത്ത് പോവാണ്, ഒരു സ്ഥലം വരെ. എവിടം വരാ? ചാച്ചൻ്റെ ഫാമിൽ. അവിടെ എന്തുണ്ട്? ഒരു സർപ്രൈസ് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ പോകുന്നേ? നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത്. കാരണം അമ്മാമ്മ, ഇല്ലച്ചി, കുഞ്ഞു ഒക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ നമ്മൾ ചാച്ചൻ്റെ കൂടെ കാറിലിങ്ങ് തിരിച്ചു വരും. ഞാനും അമ്മയായിരുന്നെങ്കിൽ സ്കൂട്ടിൽ പോയേനെ. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ അവിടെ ചെന്നിട്ട് സർപ്രൈസ് എന്തോന്ന് കാണിക്കാം. ഓക്കെ. അങ്ങനെ ഞങ്ങൾ അമ്മാമ്മയുടെ വീട്ടിലെത്തി. അമ്മാമ്മയെ ഇല്ലച്ചിയൊക്കെ ഒരുങ്ങി ഇറങ്ങി ഞങ്ങളെല്ലാവരും കൂടെ ഓട്ടോയിൽ കയറി ടാറ്റയൊക്കെ പറഞ്ഞു. എനിക്കിരിക്കാൻ സ്ഥലമില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരുന്ന്. ഒത്തിരി നാളായിരുന്നു ഓട്ടോയിലൊക്കെ കയറിയിട്ട്. എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരുന്ന് നമ്മളിങ്ങനെ ഓട്ടോയിലിങ്ങനെ പോയി. അവസാനം നമ്മുടെ കൊല്ലം ജില്ലാ കൃഷിത്തോട്ടം എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ആദ്യം അവിടെ ചെന്ന് കുറച്ച് മാവും ഞങ്ങൾക്ക് പ്ലാവും ഒക്കെ കുറച്ച് ചെടികൾ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ നമ്മളൊരു മാവെടുത്ത്, ഈ ഒരു മാവാണ് എടുത്തത് കേട്ടോ. എന്തോ കല്ല് കെട്ടിയെന്നോ അങ്ങനെ എന്തോ പറയുന്നത്. അത് 250 രൂപ കേട്ടോ. അപ്പോൾ ആ ഒരു നാട്ടുമാവും പിന്നെ ഒരു പ്ലാവും പിന്നെ ഒരു സപ്പോർട്ടയും കൂടെ നമ്മൾ ആദ്യം വാങ്ങിച്ചു കേട്ടോ. ഇതൊന്നുമല്ല സർപ്രൈസ് പുറകെ വരുന്നുണ്ട്, നിങ്ങൾ കണ്ടോണേ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് നമ്മൾ ആ സർപ്രൈസ് കാണാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ആ സർപ്രൈസ് കാണാവേ. ഇതാണ് ഞങ്ങൾ പറഞ്ഞ സർപ്രൈസ്, സൂര്യകാന്തി പാടം. നമ്മൾ സാധാരണ നമ്മൾ തമിഴ്നാട് വരെ പോണ്ടേ സൂര്യകാന്തി പാടം കാണാൻ. ഇവിടെ നമ്മൾ ചാച്ചൻ്റെ ഫാമിൽ സൂര്യകാന്തി, പക്ഷേ ഇത്തിരിയും കൂടെ നേരത്തെ വരേണ്ടതായിരുന്നു. ഇത് വലുതായി അങ്ങ് താന്നു പോയി. എന്ത് ഭംഗിയുണ്ടെന്ന് നോക്കിയാണ്. അടിപൊളി. എന്ത് അടിപൊളിയാന്ന് നോക്കിയേ. ഇതെല്ലാം ആണ്ട് ഇതും കൂടെ ഒന്ന് പൊക്കടി. അത് രണ്ടും കൂടെ പൊക്ക്. ആഹാ, വലിയ പൂവായി. പക്ഷേ അത് എൻ്റെ വെയിറ്റ് കൊണ്ട് എല്ലാം താന്നു പോയി. നല്ല ഭംഗിയായിരുന്നു കണ്ടോ, നല്ല അടിപൊളിയായിരുന്നു കാണാനായിട്ട്. പക്ഷേ എല്ലാം താന്ന്. ഇനി 2 ദിവസം കൂടെ വന്നാൽ ഇങ്ങനെയെങ്കിലും നിങ്ങൾക്കൊക്കെ കാണാം. അല്ലെങ്കിൽ ഇത് മൊത്തം വാവ്, അടിപൊളി. നമ്മൾ എവിടാ തമിഴ്നാട് വരെ നമ്മൾ പോവായിരുന്നു ഇത് കാണാൻ. സൂര്യകാന്തി, അതാ സൂര്യകാന്തി എന്ന് എല്ലാവർക്കും അറിയാടി. ഞാൻ ഇന്ന് ഭംഗിയാ നോക്കല്ലയോ. അതിൻ്റെ ആ ഒരു പൂവിൻ്റെ ഒരു ഇത്ര വലിപ്പം കണ്ടോ. ആ വലിപ്പം ഉണ്ടായതുകൊണ്ടാണ് ആ തണ്ടിലത് നിൽക്കാതെ അത് തൂങ്ങിപ്പോയത്. സൂര്യകാന്തി അല്ല, സൂര്യകാന്തി. നാളെയും കൂടെ വന്നാൽ ഇത്തിരിയും കൂടെ നന്നായിട്ട് ഇത്തിരിയും കൂടെ എടുക്കാൻ പറ്റുമായിരിക്കും. അവള് സൂര്യകാന്തി കാണാൻ വന്നെങ്കിലും മാങ്ങയില അവളുടെ കണ്ണ് അതുകൊണ്ട് അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ സൂര്യകാന്തി പൂ നിൽക്കുന്നു. ഞാൻ അറ്റത്തോട്ട് വരുമ്പോൾ ആഹാ, അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്. എന്ത് ഭംഗിയല്ലേ ഇത് എല്ലാം. പക്ഷെ ഒടിഞ്ഞ് തൂങ്ങി കണ്ടോ. ഇത്രയും ഉണ്ടായിരുന്നു കണ്ടോ. വാവ്, ഇവിടൊക്കെ ഇത്തിരി നേരെ നല്ല അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്. നിങ്ങൾ ഇന്നിന് പറ്റത്തില്ല, നാളെയും മറ്റന്നാളും ഒക്കെ വന്നാൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണാം. അതുകൊണ്ട് ഇഷ്ടം പോലെ ഏക്കർ കണക്ക് ഇഷ്ടം പോലെ നിൽപ്പുണ്ട്. നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം. അമ്മാമ്മയും മോളും കൂടെ എന്തുവാ പരിപാടിയെന്ന്. ഇവിടെ ഒരു വലിയ നാട്ടുമാങ്ങ ഇപ്പോണ്ട്. അപ്പോൾ കുറേ നാട്ടുമാങ്ങ തറയിൽ വീണ് കിടപ്പുണ്ട്. അത് പറക്കി തീറ്റി കിടക്കുക അവിടെ. അമ്മാമ്മയും മോളും കൂടെ അത് പറക്കി തീറ്റി കിടക്കുക. എന്തുവാടി ഞാൻ ഈ കൈ പറക്കി വെച്ചേക്കുന്നത്? കിളികളൊക്കെ വവ്വാലൊക്കെ അടിച്ചാണോ എന്തോ.
നോക്കി തിന്നണം, കഴിവാതെ തിന്നുവാ എല്ലാം കൂടെ. എങ്ങനുണ്ട്? ആന്നോ? ഇവിടെ കണ്ടോ, അങ്ങോട്ടെല്ലാം നിപ്പോണ്ട് സൂര്യാന്തികള്. നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് വരുമ്പോഴത്തേനും അതല്ല, അതിങ്ങൾക്കേ മാങ്ങ പറക്കി തീറ്റിയാണ് ജോലി. ഓഹോ, അമ്മാമ്മ നിന്ന് നോക്കുക, ഒരുത്തി കുഞ്ഞിന് പാല് കൊടുക്കുന്നു. അമ്മാമ്മ പറക്കി കൂട്ടിയ മാങ്ങകൾ അമ്മാമ്മ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുവാ. നല്ല വിശപ്പുണ്ടായിരുന്നു, കറക്റ്റ് സമയത്ത് നല്ല മാങ്ങ. ഇത് പഴുത്തതാ. അമ്മ ഇത് കഴിക്കാവോ? നോക്കട്ടെ. അത് കഴിവില്ല ജാനി, അതിൻ്റെ തൊലി തിന്നല്ലേ, തൊലി കടിച്ച് കളഞ്ഞിട്ട് അകത്ത് തന്നെ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നപ്പോഴത്തേനും ചാച്ച ഒപ്പൊക്കെ ഇട്ടിട്ട് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് നേരെ അഞ്ചൽ പോയി. അഞ്ചലൊരു കടയിൽ കയറി നമ്മൾ ചായ, പിന്നെ എനിക്കും ലച്ചുവിനും ഷേക്ക്, ജാനിക്കൊരു കോഫി, പിന്നെ കഴിക്കാനായിട്ട് ഷവർമ, ജാനിക്കൊരു ബർഗർ ഒക്കെ വാങ്ങിച്ച് അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ സന്തോഷത്തോടെ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേനും സന്ധ്യയായി കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ടാറ്റാ.